എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പഴയ തലമുറയുടെ ഒരു കോമ്പിനേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അത് അമ്മയുടെ നിന്ന് പഠിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് കൂണ്. അതിൻ്റെ കൂടെ പയറും കൂടി ഇട്ട് എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നത് എന്ന് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പെരുംജീരകമാണ്, ഫെനൽ സീഡ് കേട്ടോ, ക്യുമിൻ അല്ല, ഫെനൽ സീഡ്. ഈ കൂണ് നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം. ചിലരിത് അങ്ങനെ തന്നെ കണ്ടിച്ചങ്ങിടും. പക്ഷെ ഞാൻ അതിനകത്ത് ഇതെല്ലാം മാറ്റി, അതിൻ്റെ തൊലിയും ഇതുമൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ ഇതിൻ്റെ ആ ഞെട്ടുണ്ടല്ലോ, ഈ സാധനം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടർത്തിയതിന് ശേഷം ഇത് നമുക്ക് കണ്ടിച്ചിടാൻ പറ്റും. ഇങ്ങനെ നാലായിട്ട് കീറി അതൊന്നുകൂടെ ഒന്ന് കീറുക, ഇത്രയും സൈസായിട്ട് ഇടാം. പിന്നെ ഈ ബോൾ പോലിരിക്കുന്ന സംഭവം ഇതിങ്ങനെ നാലായിട്ട് കീറണം. ഇത് ക്ലീൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതിങ്ങനെ ഊരിക്കളയണം. ഇതിങ്ങനെ അടത്തിതാണ്ട് ഇങ്ങനെ കളയണം. പയറിൻ്റെ നീളത്തിൽ തന്നെ ഇങ്ങനെ 2-3 പീസായിട്ട് അങ്ങ് ഇട്ടാൽ മതി. ഈ നീളത്തിൽ തന്നെ നമ്മൾ പയറും അരിയാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും. നോക്കിയാൽ വെളുത്ത് പയർ നമുക്ക് അതേ നീളത്തിൽ അരിയാം. സാധാരണ നമ്മൾ പയർ തോരന് ചെറുതായിട്ടല്ലേ അരിയുന്നത്. തീ കത്തിച്ച് നല്ല കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം. പാൻ ചൂടാകുന്ന ഉടനെ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. ഈ എണ്ണ ചൂടാകുന്ന ഉടനെ പെരുംജീരകം ഇട്ടു. ഇതിൻ്റെ കൂടെ തന്നെ കടുക് ഇടാം. അതങ്ങോട്ട് പൊട്ടാൻ തുടങ്ങുന്നുണ്ട് തന്നെ വെളുത്തുള്ളി ഇടണം. അതിൻ്റെ ഒരു മണം വരട്ടെ. ഈ ചുമന്നുള്ളി ഇടാം. കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് പച്ചമുളക് ഇടാം. കുറച്ച് പച്ചമുളക് നമുക്ക് തേങ്ങയുടെ അരയ്ക്കണം. അപ്പോൾ ഇത് ഞാനൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഒരു എന്താ പറയുക മൂത്ത് വന്നിട്ടുണ്ട്. വെള്ളത്തിനകത്ത് വേണം എപ്പോഴും ഇത് ഒഴിച്ച് ഇത് അരിഞ്ഞിടാനായിട്ട്. കാരണം ഇതിനകത്ത് ഒത്തിരി അയണുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതങ്ങ് കറുത്തു പോകും. അല്ലെങ്കിൽ കൂണിടുമ്പം പിഴിഞ്ഞ് വേണം, വെള്ളം ഇടരുത്. 1/2 ടീസ്പൂൺ ഉപ്പിട്ടു, മഞ്ഞളിട്ടു, മുളക് പൊടി ഇട്ടു. ഞാൻ ഇതൊന്ന് അടച്ച് വെക്കാൻ പോവാണ്. വെള്ളം നന്നായിട്ട് ഇതിൽ നിന്ന് ഇറങ്ങട്ടെ. പച്ചമുളക്, തേങ്ങ, കറി ലീവ്സ്, വെളുത്തുള്ളി, തേങ്ങ ഞാനങ്ങ് ബാക്കി ഇട്ടു, 1/2 ടീസ്പൂൺ ഉപ്പും. ഇതിട്ടൊന്ന് ചതച്ചുകൊണ്ട് വരണം നമുക്ക്. ഇത് ഞാൻ അരച്ചുകൊണ്ട് വന്നു. ഒരു പച്ച കലർന്ന കളറാണ്. ആ വെള്ളം എല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിനകത്ത് നമുക്ക് പയർ ഇടാൻ പോവാണ്. ശകലം പോലും വെള്ളം ഇനിയും വേറെ ഒഴിക്കേണ്ട. നമ്മൾ തോരനങ്ങ് കുഴഞ്ഞു പോകും. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി പയറൊന്ന് വേകട്ടെ. തീയിൽ ഞാൻ ഇതൊന്ന് അടച്ചു വെക്കാൻ പോവാണ്. നമുക്കിതൊന്ന് നോക്കാം. പയർ വെന്ത് വരുന്നുണ്ട്. ആ വെള്ളവും കുറഞ്ഞ് വരുന്നുണ്ട്. പിന്നെയും ചെറിയ തീയിലിട്ട് ആ വെള്ളം കുറച്ചുകൂടെ പറ്റട്ടെ. കുറച്ച് വെള്ളം കൂടെ ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തരിതരിപ്പായിട്ട് അരിച്ചത് അങ്ങോട്ടിടുക. വെള്ളം ചേർക്കരുത്. ഇനി തീ വളരെ കുറച്ചിട്ടിട്ട് അങ്ങ് ചെയ്താൽ മതി. ഇനി ഇതൊന്ന് ഇങ്ങനെ അടച്ച് വെച്ച് ഒന്ന് പൊത്തി വെക്കുക എന്ന് പറയും. കുടുംബത്തിലിങ്ങനെ അമ്മമാർ വല്യമ്മമാർ ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത്. കൂണുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പയർ മേടിച്ച് ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. ഇതിപ്പം നന്നായിട്ട് തോർന്നിട്ടുണ്ട്. താണ്ടെ നന്നായിട്ട് തോർന്നു. ഇത് നമ്മളിനി സെർവ് ചെയ്യുന്ന പാത്രത്തിനകത്തേക്ക് എടുത്ത് വയ്ക്കാം. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭവമായിട്ട് ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.